അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്നഹദത്തുൽ ഇൻതിബാഹിയ ലി തഹ്ഖീഖിൽ അഹ്ദാഫ് അറിവുകൾ നുകരാം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC കേട്ടറ്റ് മത്സര പരീക്ഷകൾക്കും മറ്റും നമ്മൾ അധ്യാപകർ ഏത് നിലക്കുള്ള അധ്യാപകരാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ലെസൺ പ്ലാൻ എന്നുള്ളത്. ഖുത്തത്തു ദറസ് ലെസൺ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഈ ലെസൺ പ്ലാനിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് ഖുത്തത്തുൻ യോമിയ ഡേ പ്ലാൻ വരുന്നുണ്ട്, ഒരു ദിവസത്തെ പ്ലാൻ, അതായത് ഒരു ഇതിൻ്റെ പ്ലാൻ. അതുപോലെ തന്നെ ഖുത്തത്തുൻ ഉസ്ബൂഇയ ഒരാഴ്ചയിലെ പ്ലാന് മൊത്തം ചെയ്യുന്നതുണ്ട്. ഖുത്തത്തുൽ വഹദ ഒരു യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ഖുത്തത്തുൻ സനവിയ ഇയർ പ്ലാൻ ഉണ്ട്. ഖുത്തത്തുൻ ഷഹരിയ മന്ത്ലി പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ഖുത്തത്തുൽ മുഹ്തവ കണ്ടൻറ്റ് പ്ലാൻ, ഒരു ലെസണിൽ അല്ലെങ്കിൽ ഒരു ലെസൺ എടുക്കുകയാണെങ്കിൽ ആ ലെസൻ്റെ കണ്ടൻറ്റ് എന്താണ്, ആ കണ്ടൻറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നത് അതുണ്ട്. ഖുത്തത്തു അലാ മുസ്തവ സൊഫ് ഒരു ലെസൺ എടുക്കുകയാണെങ്കിൽ, ഒരു ഖുത്തത്തു ദറസ് എടുക്കുകയാണെങ്കിൽ ആ ഖുത്തത്തു ദറസിൽ അത് ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ നിലവാരം, ആ ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അവിടെ ഒരു പക്ഷേ ഗിഫ്റ്റഡ് കുട്ടികളുണ്ടാവാം, അതല്ലാണെങ്കിൽ ബാക്ക്വേർഡ് കുട്ടികളുണ്ടാവാം, മുത്തവസ്തിത്ത് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ അനുസരിച്ച് ആ ഒരു മുസ്തവ സൊഫ് എന്നാണ് അതിന് മൊത്തത്തിൽ പറയുന്നത്, ക്ലാസ് നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പ്ലാൻ. ഇങ്ങനെ പലതരം പ്ലാനുകളുണ്ട് അധ്യാപകർ സ്വീകരിക്കേണ്ട. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് മത്സര പരീക്ഷകൾക്കും വളരെ ഉപകാരപ്രദമാണ് എന്ന് മാത്രമല്ല, നമ്മൾ അധ്യാപകർ എന്നുള്ള നിലക്ക് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും, ഇതെല്ലാം നമ്മുടെ TMൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അതിന് പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ TMൽ ഇത് വരേണ്ടതുമാണ്, ടീച്ചിങ് മാനുവലിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനൊരു വിഷയം ഞാൻ എടുത്തിട്ടത്. ഖുത്തത്തു ദറസുൻ നമൂദജി. അപ്പോൾ ആദ്യമായി ഒരു മാതൃകാ പ്ലാൻ, ഒരു ക്ലാസ് പ്ലാൻ്റെ ഒരു മാതൃക, അത് എങ്ങനെയായിരിക്കണം? ഖുത്തത്തു ദറസുൻ നമൂദജി ഹിയ മുഖത്തിത്തുൻ തഫ്സീലീൻ. അത് വളരെ വ്യതിരിക്തമായ, അതുപോലെ തന്നെ വളരെ വിശകലനമായി ചെയ്യേണ്ട ഒരു പ്ലാനാണ് ഈ ഖുത്തത്തു ദറസുൻ എന്ന് പറഞ്ഞ പ്ലാന്. അത് ഖുത്വത്തൻ ബി ഖുത്വത്തിൻ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദറസ് പാഠത്തിന് വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടത്തേണ്ടതാണ്. ഇതിൽ അല്ലത് NV അൽ മുഅല്ലിമു, ഇത് ഇവിടെ അധ്യാപകൻ ഉദ്ദേശിക്കണം, നിയ്യത്ത് ചെയ്യണം. NV എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്യുക, ഉദ്ദേശിക്കുക. തദ്രീസഹു എന്താണ് ക്ലാസ്സിൽ, ഫിൽ ഫസ്ലി ദറാസ് എന്താണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതെന്ന് അധ്യാപകന് ആദ്യം ഒരു അവബോധം ഉണ്ടാവണം. ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ തഫ്സീലായിക്കൊണ്ട്, മുഫസ്സലായിക്കൊണ്ട്, നമ്മൾ തശ്ബീഹ് മുഫസ്സൽ എന്നൊക്കെ പറയുമല്ലോ, വളരെ സൂറത്ത് ഫുസ്സിലത്ത് എന്ന് പറയുമല്ലോ, കിതാബുൻ ഫുസ്സിലത്ത്, വളരെ വിശകലനമായിക്കൊണ്ടും വളരെ ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ടൊക്കെ, അതാണ് തഫ്സീലി എന്ന് പറഞ്ഞ പല അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് തഫ്സീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നിലവാരത്തിൽ എന്ത് ചെയ്യണം, ഒരു പ്ലാന് തയ്യാറാക്കണം. അതിന് യുംകിനു, അതിന് സാധിക്കും, ഇസ്തിഖ്ദാമ ഹാദിഹിൽ അദാത്ത് ലിൽ മുസ്താഅദ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും, അത് സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്തിന്? ഫി തൻഫീദ് ഹദ്ഫ് ദറസി ബി നജാഹിൻ, അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. തൻഫീദ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ, ആപ്ലിക്കേഷൻ അല്ല, ഇംപ്ലിമെൻറ്റേഷൻ. തൻഫീദ് എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചോളൂ, ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഹദഫു ദർസ്, ഈ പാഠത്തിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു പാഠത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം വളരെ വിജയകരമായി ബി നജാഹിൻ, വളരെ വിജയകരമായി അത് എന്ത് ചെയ്യണം, ആ ലക്ഷ്യം നിറവേറ്റണം. ആ നിറവേറ്റാൻ അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം. ആ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ സഹായകമായ ഒരുപാട് ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കാൻ ഇവിടെ സാധിക്കും. അതുപോലെ തസ്റുദു ഖുത്തത്തു ദറസ്, ഈ ഖുത്തത്തു ദറസ് നമുക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റും. തസ്റുദ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് തലങ്ങളുള്ള ഒരു വാക്കാണ്. സറദൽ ഹിക്കായ, സറദൽ കിസ്സ എന്നൊക്കെ പുതിയ വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ TM നമ്മുടെ കിതാബുൽ മുദ്ദരിസ് ഹാൻഡ് ബുക്ക്, ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് വായിക്കണമെങ്കിൽ ഈ പദങ്ങളൊക്കെ വളരെ സുപരിചിതമായ പദങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. മാ യതഅല്ലമുഹു,
ഇവിടെ മാലഹുമുഹു തോലിബ്, ഇവിടെ കുട്ടി എന്താണ് പഠിക്കുന്നത് എന്ന് ആണ് ഇവിടെ ശ്രദ്ധ ചെയ്യുന്നത്. മനസ്സിലോ? എന്താണ് കുട്ടി പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധ ചെയ്യുന്നത്. വമാ അമ്മലു, എന്നിട്ട് അതിനനുസരിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, അത് കൈകാര്യം ചെയ്യാണ് അൽ മുഅല്ലിമ്. അതിനനുസരിച്ചാണ് കുട്ടി എന്താണോ പഠിക്കേണ്ടത് അതിനനുസരിച്ചാണ് അധ്യാപകൻ എന്ത് ചെയ്യുന്നത്, അതിനെ രൂപകൽപ്പന ചെയ്യുന്നത്. അല്ലാതെ അധ്യാപകൻ്റെ ഒരു ഭാവനയ്ക്കോ അധ്യാപകൻ്റെ അറിവിൻ്റെ ഇതിലോ അല്ല. കുട്ടിക്ക് എന്താണോ കിട്ടേണ്ടത്, കുട്ടി എന്താണോ പഠിക്കേണ്ടത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അധ്യാപകൻ പ്ലാൻ ചെയ്യുന്നത്. യുത്തഖിനഹു അത്തൊലബ ദറസ്, ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ കുട്ടിക്ക് അത് കുറ്റമറ്റതാക്കി തീർക്കണം. യുത്തഖിനു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ കുറ്റമറ്റത്. അത്തുക്കന എന്നുള്ള വാക്കെന്ന് വന്നാണ്. അത്തുക്കന എന്നാൽ ഏറ്റവും പരിപൂർണമായി കുറ്റമറ്റതാക്കി, ഒരു കേടില്ലാതെ വളരെ പരിപൂർണമായിട്ട് കുറ്റമറ്റതാക്കി തീർക്കുന്നതിനാണ്, ഒരു പരിപാടി കുറ്റമറ്റതാക്കി തീർക്കുന്നതിനാണ്, ഒരു പണി വളരെ ഭംഗിയായി തീർക്കുന്നതിനാണ് അത്തുക്കന എന്നുള്ള വാക്ക് അറബിയിൽ പ്രയോഗിക്കുക. അപ്പോൾ ആ രീതിയിൽ കുട്ടി ആ ക്ലാസ്സിൻ്റെ അവസാനം എത്തുമ്പോൾ ആ രീതിയിൽ ആ കുട്ടി എല്ലാവിധ ഹദഫുകളും വളരെ വിജയകരമായി എന്ത് ചെയ്യണം, നേടിയെടുക്കണം എന്നുള്ളതാണ്. വൽ ഖുത്വാത്ത്, ഇവിടെയുള്ള സ്റ്റെപ്പുകൾ അല്ലതി സയത്തഹിദുഹ, അതിനെ സ്വീകരിക്കുന്നു, അല്ലത്തി സയത്തഹിദുഹ, അതിനെ സ്വീകരിക്കുന്നു. ലി തദ്രീസ് ദറസ്, ഈ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ ബിഷറഹിൻ ഐലൻ, അതിനെ വീണ്ടും വിശദീകരിക്കുന്നു. കൈഫ യുഹത്തിത്തുൽ മുഅല്ലിമു, എങ്ങനെയാണ് ആ സ്റ്റെപ്പുകൾ അധ്യാപകൻ അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്തിനു വേണ്ടി? തഖീമി തുല്ലാബിനെ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലി തഹഖുഖി മിൻ ഫഹ്മിഹിം, എന്തിനാണ് കുട്ടികളെ ഇവാലുവേഷൻ ചെയ്യുന്നത്? അവരെ തരംതിരിക്കാനല്ല, അവരെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ചെയ്യാനല്ല, മറിച്ച് ലി തഹഖുഖി മിൻ ഫഹ്മിഹിം, അവരുടെ അറിവ്, അവരുടെ ആ ഫഹ്മ്, അവർ മനസ്സിലാക്കിയ കാര്യം എത്രത്തോളം സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി മുഹ്തവ, അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് എത്രത്തോളം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യഖൂമുൽ മുഅല്ലിമു, ഇവിടെ അധ്യാപകർ എന്താ ചെയ്യുന്നത്, ഇവാലുവേഷൻ ചെയ്യുന്നത് ഒമൂമൻ എന്താണ് ആമായിട്ട് പൊതുവായിട്ട് ഇതാക്കുന്നത്. അതായത് ഖുത്തത്ത് ദറസ്, ഈ ഖുത്തത്ത് ദറസ് തയ്യാറാക്കുമ്പോൾ പൊതുവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ബിക്കൻ, പ്രീവിയസ് നോളജാണ്. എന്താണ്? കുട്ടീൻ്റെ പ്രീവിയസ് നോളജാണ്. മുസ്ബിക്കൻ എന്ന് പറഞ്ഞാൽ അതാണ് പ്രീവിയസ് നോളജ്. അതുപോലെ കിതാബത്തുൽ ഖുത്തത്തുൽ യൗമിയ, ഒരു ദിവസം എഴുതേണ്ട ഒരു പ്ലാൻ്റെ ആ ഒരു രൂപം. അതുപോലെ ആ ഉസ്ബൂയ, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഷഹരി, അല്ലെങ്കിൽ ഒരു മാസത്തിൽ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു മാസത്തിലാവട്ടെ, ഒരാഴ്ചയിലാവട്ടെ, ഒരു ദിവസത്തെ പ്ലാൻ ആവട്ടെ, ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കുട്ടിയുടെ മുൻകാല അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പൊതുവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അധ്യാപകർ അതിനെ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പോൾ ഇതിനനുസരിച്ചാക്കണം ഒരു ഖുത്തത്തു ദറസുൻ നമൂദജ്, ഒരു മാതൃകാ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിലാവണം ഒരു മാതൃകാ ലെസൺ പ്ലാൻ. അതാണ് ഒരു മാതൃകാ ലെസൺ പ്ലാൻ. ഓക്കെ, ഇനി അഹ്മിയത്ത് ഖുത്തത്തു ദറസുൻ നമൂദജ്, എന്താണ് ഒരു മാതൃകാ ലെസൺ പ്ലാൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്? തുസാഇദു ഖുത്തത്തു ദുറൂസ്, ഈ ഇങ്ങനത്തെ മാതൃകാ ലെസൺ പ്ലാനുകൾ നമ്മളെ മുഅല്ലിമീൻ അധ്യാപകരെ സഹായിക്കും. അലാ യകൂനു അക്സറ ഫആലിയ, അധ്യാപകരാകാൻ അക്സറ ഫആലിയ ഫിൽ ഫസ്ൽ, ക്ലാസ് റൂമിൽ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, നല്ല ഇതാവാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് സാധിക്കും. അദ്ദിറാസി മിൻ ഖിലാൽ തൗഫീരി മുഖത്തിൻ തഫ്സീലി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഖുത്തത്തിനെ ക്ലാസിഫിക്കേഷൻ ചെയ്ത് അവൈലബിൾ ആക്കുമ്പോൾ, തൗഫീർ അവരിലേക്ക് അത് അവൈലബിൾ ആക്കുന്ന ആ ഇടയിൽ അവർക്ക് എന്താ ചെയ്യണം, മുത്താബാത്ത് ലികുല്ലി ഫസ്ലിൻ ദിറാസി, ഓരോ ക്ലാസ്സിൻ്റെ ഡിവിഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് അതിനെ തഫ്സീൽ ചെയ്യണം. തഫ്സീലി മുത്താബാത്ത്, എങ്ങനെ തഫ്സീൽ ചെയ്യണം? മുത്താബാത്ത് ലികുല്ലി ഫസ്ലിൻ ദിറാസി, എല്ലാ ക്ലാസ്സിൻ്റെയും ഓരോ ഡിവിഷനിലും ഓരോ ഫസിലും ഓരോ വേർതിരിവിലും, ഫസിൽ എന്ന് പറഞ്ഞാൽ വേർതിരിവും നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ
കണ്ണിയും പോയിൻ്റ് വേർതിരിവിലും അതിനെ തഫ്സീൽ ചെയ്ത് അതിനെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. യദുമ്മനു ദാലിക ഇവിടെ ഇതിൽ ഉൾക്കൊള്ളുന്നു ഖലാ കുല്ലു ജുസ്ഇൻ എല്ലാ പാർട്ടുകളും മിൻ വക്തി ഫസ്ൽ ക്ലാസ്സിലുള്ള സമയത്തുള്ള എല്ലാ പാർട്ടുകളും ഫി തദ്രീസി മഫാഹിമിൻ ജദീദ അതൊരു പുതിയ കൺസെപ്റ്റായിട്ട് അതിനെ ഇതാക്കാനും വ ഇജ്റായി മുനാക്കഷാത്ത് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടുപോകാനും ഹാദിഫ എങ്ങനത്തെ ഡിസ്കഷൻ വളരെ ലക്ഷ്യവക്തായ ഡിസ്കഷൻ ആവണം. എങ്ങനെ ലക്ഷ്യമില്ലാത്ത ഡിസ്കഷൻ ആവരുത്, ലക്ഷ്യവക്തായ വലൈസ ഇക്തിഷാഫുഹ സെരിയൻ എന്നാൽ അതിനെ കണ്ടെത്തൽ വളരെ പെട്ടെന്നാവരുത്, പതുക്കെ കണ്ടെത്തണം. അപ്പോൾ തെത്തവക്കവനു അത് ഉൾക്കൊള്ളണം. ഖുത്തത്തു ദുറൂസ് ഈ ഖുത്തത്തു ദുറൂസ് ഉൾക്കൊള്ളണം. അൽ അക്സറ ഫആലിയ ഏറ്റവും മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഉൾക്കൊള്ളണം. മിൻ സനത്തിൻ അജ്സാ ഇറാസിയ ഒരു കൊല്ലത്തിൽ ഏറ്റവും അതിൻ്റെ മൂല്യവത്തായ അതിൻ്റെ ജുസ്കളായിട്ട് അതിൻ്റെ റഈസിയ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ജുസ്കളായിട്ട് ഉൾക്കൊള്ളുകയും വേണം. വതതമസ്സലു ഹാദിഹിൽ അജ്സാഉ ഈ അജ്സാകളൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട് മിൻ ഖിലാൽ മായലി താഴെ കൊടുത്തിരിക്കുന്ന ഈ ഇതിലൊക്കെ ഇത് പ്രതിനിധീകരിക്കുന്നതാണ്. ഏതിലൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്? അഹ്ദാഫു ദറസ് ഒന്ന് പാഠത്തിൻ്റെ ഒരു ലക്ഷ്യങ്ങളുണ്ടാവും. പാഠത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. അതിൽ അൻസുറുൽ ലൗവിയ ഉണ്ടാവും, തറാക്കിബ് ഉണ്ടാവും, ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അതിൽ കിസ്സ ഉണ്ടാവും, ഹിക്കായ ഉണ്ടാവും, ഹിവാർ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ആ അഹ്ദാഫുകളൊക്കെ ഓരോന്നായിട്ട് ബയാനുണ്ടെങ്കിൽ ബയാന്, ഹിക്കായ ആണെങ്കിൽ ഹിക്കായ, അങ്ങനെ ഓരോന്നായിട്ട് അതിൻ്റെ അഹ്ദാഫുകളൊക്കെ ചെയ്യണം. മസ്രഹിയാണെങ്കിൽ മസ്രഹിയ. മറ്റൊന്ന് അൽ മുത്തല്ലബാത്ത് ദാത്ത സില അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ആവശ്യകരമായ കാര്യങ്ങൾ വേണം. ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധിപ്പിക്കാൻ പറ്റുന്ന ആവശ്യകരമായ കാര്യങ്ങൾ വേണം. ആ പാഠത്തിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ ഒരു ലെസൺ പ്ലാന് അത് ഉണ്ടാകുമ്പോഴേ കുട്ടികൾക്കൊരു കേൾക്കാനും ഇതാക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പാഠങ്ങൾ കേൾക്കാനൊക്കെ അല്ലെങ്കിൽ കുട്ടികളങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അനിവാര്യമാണ്. മറ്റൊന്ന് മവാദു ദറസ് പാഠത്തിൻ്റെ കണ്ടൻ്റാണ്. പാഠത്തിൻ്റെ കണ്ടൻറ്റ് അത് വളരെ മസ്റ്റാണ്. പാഠത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇജ്റാഅത്തു ദറസ് എങ്ങനെ പാഠം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നടത്തി കൊണ്ടുപോകാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, കുട്ടികൾക്ക് വളരെ താല്പര്യജനകമായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളത്. ത്വരീഖത്തു തഖയീം ഇത് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അത് ത്വരീഖത്ത് അതിൻ്റെ മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ് അത് പ്ലാൻ ചെയ്യണം. ഈ ക്ലാസ് ദറസ് ഈ ക്ലാസിൻ്റെ റിഫ്ലക്റ്റുകൾ എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് അത് വളരെ മസ്റ്റാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുക. അത് എത്ര മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോശം നമ്മൾ പരിഹരിക്കാൻ നിൽക്കണം. നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതിനെ മോർ ഇഫക്റ്റീവ് ആക്കണം. അതൊക്കെ വേണം. വനല്ലറല്ലി അന്ന കുല്ലു ജുസിൻ ഇത് അങ്ങനെ ഈ എല്ലാ പാർട്ടുകളും ഈ പറഞ്ഞ പാർട്ടുകളൊക്കെ നമ്മൾ പരിഗണിക്കണം. നല്ലറ എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്, ഇവിടെ പരിഗണിക്കുക എന്ന് അർത്ഥം പറയാൻ പറ്റും. മിൻ ഖുത്തത്തി ദറസ് നമൂദജി ഈ മാതൃകാ പ്ലാൻ്റെ എൽ അബു ദൗറൻ അത് വളരെ അതെന്ത് ചെയ്യുന്നു ഒരു പങ്ക് വഹിക്കുന്നു. ഫി തജ്രിബത്ത് തഅല്ലും പഠിപ്പിക്കുന്ന ഈ ഒരു പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസിൽ അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് അധ്യാപകനാകുന്നു. ലിത്തുല്ലാബ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൈവരിക്കുന്നു. ഇങ്ങനെ ആകുമ്പോൾ അധ്യാപകർക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഫമിനൽ മുഹിം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തആമുൽ മഅഹും കുട്ടികളോട് കൂടി പരസ്പരം ഇടപഴകുക. തആമുൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ഇടപഴകുന്നതിനാണ്. ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, എല്ലാത്തിൽ നിന്നും പരസ്പരം ഇടപഴകൽ. വളഇ ഖുത്ത ഒരു പ്ലാന് വെച്ചുകൊണ്ട് വാദിഹ വളരെ വ്യക്തമായ ഫിലിഖ്തിബാർ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു വളരെ വ്യക്തമായ പ്ലാൻ സ്ഥാപിക്കുന്നതോടുകൂടി അവരോട് വളരെ പരസ്പരമായ ഇടപഴകലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് അവസാനം പറഞ്ഞത്. അടുത്തത് അഹമിയത്തുൽ വഖ്ത് ഫി തഖ്തീത്ത് ദർസ് നമൂദജി. ഇനി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാത്തിനൊരു ഒരു സമയം ഉണ്ടാവും. ആ പ്ലാൻ്റെ സമയം അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ആ ഇമ്പോർട്ടൻസിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. വളരെ 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 ഇതാണ്
പ്ലാൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ജമീഉൽ അഹ്ദാഫു താലീമിയ, എല്ലാ ഈ പഠനത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ലൈസത്ത് വാഖിയ്യ, അത് സംഭവ്യമല്ല. ലീദ, അതുകൊണ്ട് യൻബഇ, അനിവാര്യമാണ്, അലൽ മുഅല്ലിമി, അധ്യാപകന്മേൽ, തൽഈഖു നിതാഖ് ഖായിമത്തുഹു അലാ ഇല ഇസ്നൈൻ ഔ സലാസ മിൻ മഫാഹിം ഔ വിൽ അഫ്കാർ അൽ മഹാറാത്തിൽ അസാസിയ അല്ലത്തി യുരീദു അൻ യതഅല്ലമഹ തുല്ലാബു ഫി ദർസ്. അതായത് വിദ്യാർത്ഥി പഠിക്കുന്ന ഈ ഒരു പാഠം, ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠത്തിൽ അവന് അടിസ്ഥാനപരമായി നേടേണ്ട കുറേ സ്കില്ലുകളുണ്ടാവും. അൽ മഹാറാത്തുൽ അസാസി എന്ന അടിസ്ഥാനപരമായി നേടേണ്ട ഒരുപാട് സ്കില്ലുകളുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ചിന്തകളുണ്ടാവും, അഫ്കാറുകളുണ്ടാവും. അതുപോലെ തന്നെ മിനൽ മഫാഹിം, ഒരുപാട് കൺസെപ്റ്റുകളുണ്ടാവും. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്ത് അതിനെ ഒരു തലീഖ് നിതാഖ് ഖായിമത്ത്, അതിനെ ലിസ്റ്റ് ചെയ്ത് വളരെ ക്ലിപ്തപ്പെടുത്തി അതിനെ ഇതാക്കണം. മനസ്സിലാവുണ്ടോ? തുസായിദു ഖായിമത്ത്, ഈ ഒരു ലിസ്റ്റ് സഹായിക്കും. അഹ്ദാഫുൽ മുഅല്ലിം, ഈ അധ്യാപകൻ്റെ ലക്ഷ്യങ്ങൾ ഇതാക്കുന്ന ആ ഒരു ലിസ്റ്റ് നമ്മളെ സഹായിക്കും. മുഅല്ലിം തഅലീമിയ, ഈ ഒരു പഠനത്തിന് ദാത്തൽ ഔലിയ, ഒരു പ്രാമുഖ്യം, ഔലിയ എന്നാൽ ഒരു അവല്, ഒരു ആധിപത്യം, ഒരു ക്ലാസ്സിലൊരു ഒരു നല്ലൊരു ഔലിയ, നല്ലൊരു ആധിപത്യം, നല്ലൊരു മുൻഗണന നടക്കാൻ സാധിക്കും. അല ഇത്തിഹാദി ഖറാറാത്ത് അലൽ ഫൗർ, പെട്ടെന്ന് തന്നെ ഡിസിഷൻ റെസൊല്യൂഷൻ സ്വീകരിക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ റെസൊല്യൂഷൻസ് സ്വീകരിക്കാൻ വേണ്ടി അധ്യാപകർക്ക് സാധിക്കും. തഅദീൽ, അതുപോലെ തന്നെ അമെൻമെൻറ്റ് നടത്താൻ സാധിക്കും. കഴിഞ്ഞ PSCക്കൊക്കെ ചോദിച്ചാണ് തഅദീൽ എന്നുള്ളത്, അമെൻമെൻറ്റ്, മാറ്റം സാധിക്കാം. തഅദീൽ, ഖുത്തത്ത് ദർസ്, ഈ ഖുത്തത്ത് ദർസ് പെട്ടെന്ന് അധ്യാപകർക്ക് എന്ത് ചെയ്യാം, ആ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റാം. ഹസ്ബൽ ഹാജ, ആ ഒരു ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാം, അതിനെ അമെൻമെൻറ്റ് നടത്താം. തഅദീൽ, അത് മനസ്സിലാക്കിക്കോളും. തഅദീൽ എന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ്. ഹുനാക്ക, ഇവിടെ ബാദുൽ ഇസ്തിറാജിയാത്ത്, ഇവിടെ ചില സ്ട്രാറ്റജികളുണ്ട്. ഇൻഷാ ജദ്വലിൻ സമനി, ചില ഇൻഷാ ജദ്വലിൻ സമനി, ഒരു ഒരു കാലഘട്ട വാക്കീൻ, ഒരു നിശ്ചിത കാലഘട്ടത്തിനനുസരിച്ചമായ ഒരു ഇൻഷാ ഇവിടെ ഉണ്ട്. തതമസ്സലു, ഇവിടെ പ്രാമുഖ്യം നൽകുന്നു. മിൻ ഖിലാലി, ഇതിൻ്റെ ഇടയ്ക്ക് പ്രാമുഖ്യം നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അൽ ഖിയാമു അലാ തഖ്ദീരിൽ വഖ്ത് അല്ലദീ സയസ്തഅരിക്കുഹു കുല്ല നശാത്തിൻ, എല്ലാ ആക്ടിവിറ്റിയിലും ഇത്ര സമയം എന്നുണ്ടാവും. ഇത്ര സമയം ഇസ്തഅരിക്കു എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ആ സമയം, ഇത്ര സമയം തൊട്ടിട്ട് ഇത്ര സമയം വരെ എന്നുള്ള ഒരു ഇസ്തിറാഖ് ഉണ്ടാവും അവിടെ, ഒരു യസ്തഅരിക്കു. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീൻ്റെ ആ സമയം അല്ലദീ വഖ്തുല്ലദീ യസ്തഅരിക്കു, അതിനെ അസസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു നിലപാട്. അമ്മീ സെമ്മ തഖ്തീത്ത്, ഇവിടെ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ പ്ലാനിങ് ആണ്. ലിബാദിൽ വക്തിൽ ഇലാഫി കുല്ല നഷാത്തിൻ, ഈ ഓരോ ആക്ടിവിറ്റിക്കും അഡീഷണലായിട്ട് സമയം കൊടുക്കാനുള്ളൊരു പിന്നെ ഉള്ളൊരു പ്ലാനിങ് ആണ് പിന്നെ നടക്കുന്നത്. അടുത്തത് ഇതാത് ഹുത്തത്ത് ദർസ് പിന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അനിവാര്യമാണ് യുഹദ്ദിദൽ മുഅല്ലിം, അധ്യാപകർക്ക് നിർണയിക്കൽ ബി ജവാരി കുല്ല നഷാത്തിൻ, എല്ലാ ആക്ടിവിറ്റിക്കും മിഖ്ദാർ വഖ്തുല്ലദീ യതവഖഹു, അതിന് എത്ര സമയമാണോ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു ആക്ടിവിറ്റിക്ക് എത്ര സമയമാണോ യതവഖഹു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, എത്ര സമയമാണോ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്ന ആ ഒരു മിഖ്ദാർ കണക്കാക്കാൻ അധ്യാപകന് അത് നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അത് അധ്യാപകൻ്റെ മേൽ ബാധ്യതയാണ്. 3 തഖ്തീത്ത് പ്ലാനിങ് ലിബാദ് ദഖായിക്ക്, ചില മിനിറ്റുകൾക്കൈക്കാരം ഫി നിഹായത്തിൽ ഫസ്ൽ, ഈ ക്ലാസ്സിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ചില മിനിറ്റുകൾക്കൈക്കാരം തഖ്തീത്ത് ഉണ്ടാവുക. ലി ഇജാബത്തി, ഉത്തരത്തിന്, അല ഐ അസ്ഇലത്തിൻ, ഏതൊരു ചോദ്യത്തിനും മുത്തബക്കിയ
അവസാനിക്കുന്നത് ഏതൊരു ചോദ്യത്തിനും ഇസ്തിഖ്ലാസിൻ നുക്കാത്തി റഈസിയ, അതുപോലെ തന്നെ അടിസ്ഥാനപരമായ റഈസിയ, വളരെ പിന്നെ മൂല്യവത്തായ റഈസിയ, അടിസ്ഥാനപരമായ ആ ഒരു പോയിൻറ്റിൻ്റെ ഖുലാസ നിർവഹിക്കാൻ വേണ്ടി, ഇസ്തിഖ്ലാസിന് വേണ്ടി ഒരു പിന്നെ ചുരുങ്ങിയ മിനിറ്റുകൾ, ദഖായിക്കുകൾ പ്ലാൻ ചെയ്യലും അത് ഒരു നല്ലൊരു അധ്യാപകൻ്റെ ഇതാണ്. തഖ്തീത്ത് ലിനശാത്തി ഇളാഫി, അതുപോലെ തന്നെ ഒരു അഡീഷണൽ ആക്ടിവിറ്റി കൊടുക്കാനുള്ളൊരു പ്ലാനിങ്, ഒരു അഡീഷണൽ ആക്ടിവിറ്റി സുആലിൻ, അല്ലെങ്കിൽ ഒരു ചോദ്യം, മുനാക്കഷ, ഒരു ഡിസ്കഷനുള്ള ചോദ്യം. ഇതാ കാന ലദൈഹിം, അവരുടെ അടുത്തുണ്ട് മുത്തസിഉൽ വക്ത്, അവർക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്ന ഒരു ഡിസ്കഷൻ ചോദ്യം, അത് അവർക്ക് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അഡീഷണലായിട്ട് ഒരു ആക്ടിവിറ്റി വർക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങോ അധ്യാപകൻ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ആ യക്കൂനൽ മുഅല്ലിം, ഇവിടെ അധ്യാപകനാവണം മുറിന്നൻ, ഫ്ലെക്സിബിലിറ്റി ആണ് മുറിന്നൻ. അപ്പോൾ യക്കൂന മുസ്തഇദൻ, അതുപോലെ തന്നെ അദ്ദേഹം വളരെ തയ്യാറെടുപ്പോടുകൂടിയിട്ടാവണം. തഅദീൽ ഖുത്തത്തു ദറസിൽ നമൂദജിയ, ഈ മാതൃകാ പ്ലാന് അമെൻമെൻറ്റ് ചെയ്യാൻ, മാറ്റാൻ, വഫ്കൻ യോജിച്ചുകൊണ്ട് ഇഹ്തിജാജാത്തി തുല്ലാബ്, കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ ആവശ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് PS ചോദിച്ചാണ് കുട്ടികളുടെ ആവശ്യങ്ങൾ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ക്ലാസ് എടുക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. തർക്കീസു അലാമ യബ്ദു അന്നഹു അക്സറു ഇൻതാജിയ ബദല മിൻ ഇൽത്തിസാമി ബി ഖുത്തത്തിൻ അസ്ലിയ, അടിസ്ഥാനകരമായിട്ടുള്ള ഒരു ഖുത്തത്ത് ഇവിടെ വളരെ അതിന് പകരമായിട്ട് അവരെ പ്രൊഡക്റ്റ് എത്രത്തോളം അവരിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടോ, അക്സറ ഇൻതാജിയ, ആ പ്രൊഡക്റ്റിൻ്റെ ഇതിനനുസരിച്ച് എത്രത്തോളം അവരെത്തുന്ന പ്രകടമാകുന്നുണ്ടോ, യബ്ദു അന്നഹു അക്സറ ഇൻതാജിയ, അവരെടുത്തുന്ന എത്രത്തോളം പ്രൊഡക്റ്റുകൾ അവരെടുത്തുന്ന പ്രകടമാകുന്നുണ്ടോ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഖുത്തത്ത് ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ മറ്റൊരു വിഷയം. ഇൻഷാ അല്ലാഹ് വീഡിയോ വളരെ ലെങ്ത് ആയതുകൊണ്ട് അടുത്ത പോയിന്റുകളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഇൻഷാ അല്ലാഹ്.